നമസ്കാരം. അക്വ മീഡിയയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നോർമൽ വെൽഡിംഗ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ആങ്കർ ബോൾട്ട്, പല പ്ലേറ്റുകൾ ഫിക്സ് ചെയ്യാനും പില്ലർ, ഗ്രില്ല് ഇതൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആങ്കർ ബോൾട്ട്. അപ്പോൾ ആങ്കർ ബോൾട്ട് ഫിക്സ് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ടെക്നിക്ക് കുറേ ആളുകൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നിരുന്നാലും അറിവില്ലാത്ത ആളുകളിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നോർമലി നമ്മൾ പല സൈസിലുള്ള ബോൾട്ടുകൾ ഉപയോഗിക്കാറുണ്ട്, ആങ്കർ ബോൾട്ട് ഉപയോഗിക്കാറുണ്ട്. 8mm, 10mm, അപ്പോൾ 6mm ഉണ്ട്, 12mm ഉണ്ട്, അങ്ങനെ പല സൈസുണ്ട്, പല മോഡലുണ്ട്. അപ്പോൾ ഈ ടൈപ്പാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ടൈപ്പ് സ്ലീവുള്ള ടൈപ്പാണ്. 10mm എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബോൾട്ട് സൈസാണ് 10mm, പുറത്തെ സ്ലീവ് സൈസ് 16mm ആയിരിക്കും. അപ്പോൾ 10mm ആങ്കർ ബോൾട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 16mm ബിറ്റിട്ട് ഹോൾ ചെയ്യണം. അതേപോലെ 8mm ആണെങ്കിൽ 14mm ബിറ്റിട്ട് തുടങ്ങണം. പിന്നെ 8mm സ്പാനർ സൈസ് എന്ന് പറയുമ്പോൾ 13mm ആണ്. അതേപോലെ 10mm ആണെങ്കിൽ 17mm വരും. അപ്പോൾ ഈ രീതിയിലാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഫിക്സ് ചെയ്യുന്ന ആദ്യം ഉപയോഗിക്കുന്നതാണ് ഡബിൾ ഹാൻഡ് സ്പാനർ. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ കൈൻഡി സൈഡൊക്കെ ഉരഞ്ഞ് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റിംഗ് സ്പാനറാണ്. റിംഗ് സ്പാനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈറ്റ് ചെയ്യാനൊക്കെ സമയം കൂടുതൽ വരും. പിന്നെ ഉപയോഗിക്കുന്നതാണ് ബോക്സ് സ്പാനർ. ഇതേപോലുള്ള ബോക്സ് സ്പാനറുകളാണ് പിന്നീട് ഉപയോഗിക്കുന്നത്, എളുപ്പത്തിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതല്ലാതെ ഈ ബോക്സ് സ്പാനറിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ബോക്സ് സ്പാനറിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് മാത്രമായിട്ട് ചെറിയൊരു പോർഷനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി, അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്ന രീതി പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളിപ്പോൾ ഫുൾ സൈസ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ആങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്യും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ബോക്സ് സ്പാനറിൻ്റെ ഒരു പീസാണ് വേണ്ടത്, ഇത്രയുള്ള പോർഷൻ വേണം. പിന്നെ ഒരു ഹാമണ്ടലിൻ്റെ പഴയ വിറ്റ് മതി, പഴയ വിറ്റ്, ഇത് ടിപ്പൊക്കെ പോയ പഴയ വിറ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ബോക്സ്, ഏത് സൈസാണോ വേണ്ടത് ആ സൈസിലുള്ള ബോക്സ്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഹാമണ്ടലിൻ്റെ ബിറ്റിലോട്ട് ഇത് ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ വെൽഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഹോൾ ചെയ്ത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇനി ആങ്കർ ബോൾട്ട് ഫിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പ്ലേറ്റിലോട്ട് നേരിട്ട് ബോൾട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ബോൾട്ടാണ് ഇവിടെ താഴെ ഫിക്സ് ചെയ്യുന്നത്. മുകളിൽ വേറെ പ്ലേറ്റ് വരുന്നതുകൊണ്ടാണ് താഴെ 2 ബോൾട്ട് ചെയ്ത് ഫിക്സ് ചെയ്യുന്നത്. നേരെ താഴോട്ട് അടിച്ച് കയറ്റാവുന്നതാണ്. ഇനി നമുക്കിത് ഊരി മാറ്റിയിട്ട് മറ്റോ ഫിക്സ് ചെയ്യാം. ഈ ബോക്സ് ഇട്ടിരിക്കുന്ന ബെറ്റെടുത്ത് ഫിക്സ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഹാമണ്ടലിൻ്റെ, നമ്മളിപ്പോൾ ഹാമണ്ടലിൽ ആണ് ഇതിൻ്റെ ഇത് കിടക്കുന്നത്, നേരെ സീറോയിലേക്ക് ആക്കുക, ഹാമറിങ് സീറോയിലേക്ക് ആക്കുക. അതിനുശേഷം ടൈറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ബോക്സ്, നമുക്ക് ആവശ്യമുള്ള ബോക്സ് നമുക്കിതിൽ ഫിക്സ് ചെയ്യാനാണ്. ഇതിൻ്റെ ബോക്സ് സ്പാനറിൻ്റെ പീസ് നമ്മൾ വലുതായിരിക്കുന്നത്. ഇപ്പോൾ 16ൻ്റെ ബോക്സ് ആയതുകൊണ്ടാണ്, 17ൻ്റെ ബോക്സ് ആണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നത്. 10ൻ്റെ ആങ്കർ ബോൾട്ട് ഫിക്സ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ടൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് 8mm ആങ്കർ ബോൾട്ട് ആണെങ്കിൽ അതിന് അടുത്ത ബോക്സ് 13ൻ്റെ ബോക്സ് ഉപയോഗിക്കാം. ഇനി ഏത് സൈസ് ബോൾട്ട് ടൈറ്റ് ചെയ്യണമെങ്കിലും ആ ബോക്സിൻ്റെ, ആ ബോൾട്ടിൻ്റെ സൈസുള്ള ബോക്സ് ഇതിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇതേപോലെ ഒരു സോക്കറ്റ് വെൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏത് സൈസ് വേണമെങ്കിലും, ഇപ്പോൾ 16 ആയാലും 13ൻ്റെ ആയാലും 17ൻ്റെ ആയാലും ഏത് വേണമെങ്കിലും ബോക്സ് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാം. എളുപ്പത്തിൽ ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.